ഹായ് ഗായ്സ്, ഈ പുഴയും കടന്ന് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഗംഗ കല്യാണം കഴിച്ചു എന്നേയുള്ളൂ. എപ്പോഴും സങ്കടവും ആലോചനകളും തന്നെ എല്ലാ സമയത്തും. അരവിന്ദൻ ഉണ്ടായിരുന്നപ്പോൾ വിദേശത്തേക്ക് പറക്കണമെന്നായിരുന്നല്ലോ ഗംഗയുടെ സ്വപ്നം. യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ കുറച്ചു സമയം പിടിക്കും. ഗംഗ പഴയ പോലെ യമുനയും നിളയുമായി ഒരുമിച്ചു തമാശകളൊക്കെ പറഞ്ഞ് ബെഡിൽ കിടക്കുമ്പോൾ ശാരദ അവിടേക്ക് വന്ന് പറയുന്നത്, നീ ഇന്നലെ വരെയുള്ള ഗംഗയല്ല. അനിയത്തിമാരുടെ കൂടെ കൊഞ്ചാനും തമാശ പറയാനും പോകുന്നതിനു പകരം ഭർത്താവിന്റെ കാര്യം കൂടി നോക്കണം എന്ന് ഉപദേശിക്കുന്നുണ്ട്. അതേസമയം വിനീതിന്റെ ടൈലർ ഷോപ്പിൽ എല്ലാവരും നിവിനും ചേർന്ന് മോഹിച്ച പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചതിലുള്ള ആഘോഷം കുടിച്ചും ഡാൻസ് കളിച്ചും തീർക്കുകയാണ്. വിനീത് കുടിച്ചത് ഇത്തിരി ഓവറായി പോയി എന്ന് തോന്നുന്നു. വിനീതിന്റെ കൺട്രോൾ പോയി താഴെ വീണു. ഇതേസമയം വിനീതിന്റെ പെങ്ങളുടെ ഭർത്താവും മോളും വരുമ്പോൾ സുജാതയോട് പറയുന്നത്, വരുന്ന വഴി ഞാൻ നമ്മുടെ വിനീതിനെ കണ്ടായിരുന്നു, അടിച്ചു നല്ല ഫിറ്റായി നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സുജാതയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. പിന്നീട് വിനീതിനെയും താങ്ങിയെടുത്ത് നിവിൻ വണ്ടി ഓടിച്ചു വരുന്നുണ്ട്. വരുന്ന വഴി നിവിൻ പറയുന്നത്, ഞാൻ പ്രണയസാഗരത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുക എന്ന്. എടാ, എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് വണ്ടി ഓടിച്ച് കാവേരിയും യമുനയും വരുന്ന ബൈക്കിനെ ഇടിക്കാൻ പോയി. കാവേരി ദേഷ്യത്തോടെ, എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നത്? ആഹാ, പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുക അല്ലേ എന്ന് പറഞ്ഞ് മുഖത്ത് നോക്കിയപ്പോൾ അത് വിനീതാണെന്ന് മനസ്സിലായി. വിനീതാണെങ്കിലോ ആളറിയാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. നിവിൻ വിനീതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിനീത് അത് ശ്രദ്ധിക്കുന്നില്ല. ഇനി ഗംഗയെ കല്യാണം കഴിച്ചതിനു ശേഷമാണ് വിനീത് ഇങ്ങനെയായത് എന്നും പറഞ്ഞു തുടങ്ങും. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.